എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണെന്ന് നോക്കാം. Page of Pentacles, 5 of Wands, 7 of Swords, okay, 2 of Cups and Chariot energy, and 6 of Wands. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ചില പ്രത്യേക ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യപൂർണമായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. മറ്റ് ചില ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ദിവസങ്ങൾ എന്ന് പറയാം. അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മാസം 20-ാം തീയതി 21-ാം തീയതി പ്രത്യേകിച്ച് 20-21 ദിവസങ്ങളിൽ കുറച്ച് വളരെയധികം സാധ്യതകളുള്ളൊരു ഒരു ദിവസമാണ്. അപ്പൊ ആ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു ദിവസമാണ്. പിന്നെ ആ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് അതായത് നേർവഴി അല്ലാതെ ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. വർക്ക് ചെയ്ത് കാര്യങ്ങൾ നേടാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് വഴിയോ അല്ലെങ്കിൽ കുറുക്ക് വഴികളോ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലാത്ത ഒരു പ്രത്യേകത ആ ഒരു ദിവസത്തിനുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ കർമ്മം ചെയ്യുക, അതിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് നേർവഴിയിലൂടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു ദിവസത്തിൽ. പൊതുവിൽ ഈ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. യാത്രയാണ് സൂചിപ്പിക്കുന്നത്. കൂടുതലായിട്ടും ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അതിനർത്ഥം ഈ ഒരു മാസം തന്നെ നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുമെന്നല്ല, ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാസം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും, ആരെങ്കിലും വഴി കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ കാരണം ഇവിടെ ഇത് എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ വരുന്നത് വളരെ ഒരു വ്യക്തി പറയുന്ന ഒരു വാക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്തോ ഒരു പ്രത്യേകതരം ജോലിയുണ്ട്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടാവും. നമ്മൾ അത് ശരി എന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതായത് മനസ്സ് തുറന്നു വയ്ക്കുക. കണ്ണ് മാത്രമല്ല, മനസ്സ് തുറന്നു വയ്ക്കുമ്പോൾ അവസരം എവിടെയാണ് എന്നുള്ളത് ആ അവസരം ചാടിപ്പിടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നമ്മൾ കാണാം, ഈ എന്തെങ്കിലും ഫ്രണ്ട്സ് വഴി സംസാരിക്കേണ്ട മറ്റുള്ളവര്. അപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറയുന്നത് ആദ്യം നിങ്ങളുടെ വായിൽ എന്താണ് വരുന്നത്, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. കാരണം അപ്പൊ അതിനൊക്കെ ഒത്തിരി കാശ് വേണം, അല്ലെങ്കിൽ അതിനൊക്കെ ഇന്ന ഇത് വേണം, അല്ലെങ്കിൽ ഇന്ന രീതി വേണം, റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ദയവായിട്ട് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടുന്ന സമയമാണ്. കാരണം ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രമിക്കുന്നതിന് മുമ്പാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ശ്രമിച്ചിട്ട് തോൽക്കുകയാണെങ്കിൽ അതൊരു തോൽവി എന്നുള്ള രീതിയിലല്ല, മറിച്ച് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. കാരണം പിന്നീട് മുന്നോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ശ്രമിക്കാത്തിടത്താണ് ഉയരങ്ങളിലേക്ക് എത്താൻ അവസരങ്ങളില്ലാതെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാര്യമായാലും എത്ര വലുതായിക്കൊള്ളട്ടെ, ഏത് ലെവലിലുള്ളത് ആയിക്കൊള്ളട്ടെ, അതെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരാളോട് ചെന്നിട്ട് അത് എനിക്ക് പറ്റുന്നതല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നുള്ളത് പറയുന്നതിന് മുമ്പ് അങ്ങനെയാണോ എന്നൊരു ചോദ്യം മാത്രം, അതെന്താണ്, എവിടെയാണ് അത് നോക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിനൊരു വെബ്സൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് കാര്യങ്ങൾ ചോദിക്കുക. ഇത്രയും മാത്രം ചോദിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ കൃഷി ഇഷ്ടമുള്ള ഒരാൾക്ക് അത് സംബന്ധിക്കുന്ന കാര്യമായിരിക്കും, മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ചെവി മനസ്സും തുറന്നു വയ്ക്കുന്ന
വർക്ക് ഈ ഒരു മാസം വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. 5 ഓഫ് സോൾസ് എനർജിയാണ്, ഹെവി കോമ്പറ്റീഷനുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക്, മാർക്കറ്റിംഗ് സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കോമ്പറ്റീഷൻ സാധ്യതയുള്ള ഒരു മാസമാണെന്ന് പറയുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് വിജയസാധ്യത ഇല്ല എന്നുള്ളതല്ല. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ ഫീൽഡ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളൊരു വൈറ്റ് കോളർ ജോലി അല്ല ചെയ്യുന്നത് എന്നുള്ളത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരിക്കും, ഇപ്പോൾ നിങ്ങൾ സ്വിഗ്ഗി അതുപോലെയുള്ള എന്തെങ്കിലും വേണ്ടിയിട്ട് ഉള്ള ജോലിയായിരിക്കും ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയായിരിക്കും ചെയ്യുന്നത്. അതേപോലെയുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പഠിക്കുന്നതോടൊപ്പം ചെയ്യുന്നവരാണെങ്കിലും അല്ലാതെ ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയുള്ള ജോലികളിൽ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ അത് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ നിന്നായിരിക്കും എന്തെങ്കിലും കേൾക്കുന്നത്. അപ്പോൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, ചോദ്യം ചോദിക്കും, വാക്ക് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, ജസ്റ്റ് ഒരു വാക്കിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇന്ന കാര്യത്തിലുള്ളതാണെന്നെങ്കിൽ ഇത് എന്തെങ്കിലും ചോദിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സംഭാഷണങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. അതുകൊണ്ട് പ്രത്യേകം ആ ഒരു ഇത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 7 ഓഫ് സോൾസ് എനർജിയാണ്. 7 ഓഫ് സോൾസ് എനർജി നിങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യം അനാവശ്യമായിട്ട് ഉള്ള സംസാരം എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കരിയറോ ഫിനാൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒരിക്കലും മറ്റുള്ളവരായിട്ട് പറയാതിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സംസാരിക്കുക. അത് ചിലപ്പോൾ അടുത്ത സുഹൃത്തായിരിക്കും. ഇപ്പോൾ ഒരു അടുത്ത സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള വളരെ പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ എത്ര അടുത്ത സുഹൃത്തായാലും പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയാത്തവരില്ല. ചില ആളുകൾ പറയുന്നുണ്ട്, ചില ആളുകളെല്ലാം എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അത് അവര് കുറച്ച് സ്വയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളെ സുഹൃത്താണെന്നുള്ളത്. പക്ഷെ എത്ര അടുത്ത സുഹൃത്തായാലും നിങ്ങളെ കുറിച്ച് ഇപ്പൊ അവർ ചിന്തിക്കുന്ന ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കും. നിങ്ങൾക്കത് അവരോട് പറയാമെങ്കിൽ അവർക്ക് ആരോട് വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അതുപോലെ നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് പറയുമ്പോൾ അവർ വേറെ ആളുകളിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. മാരേജ് സിറ്റുവേഷന് സാധ്യതയുള്ള സമയമാണ്. ഫാമിലി ലൈഫ് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റിലേഷൻഷിപ്പ്, വിവാഹം സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹ സാധ്യത പ്രണയത്തിനാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പ്രണയത്തിലായിട്ടുള്ളവർക്ക് വിവാഹ സാധ്യത ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം തീരുമാനിക്കുന്നതുമാവാം. നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചൊരു ഈ ഒരു മാസം വിവാഹം നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളുള്ള കാര്യങ്ങൾ, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വളരെ സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വിവാഹവും അതിനുശേഷമുള്ള കുറച്ച് നാളത്തെ ഒരു ജീവിതം പലരും സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും, പല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സർപ്രൈസ് ആയി പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം, നമ്മൾ പറയില്ലേ 7th ക്ലൗഡ് 9th ക്ലൗഡിലൊക്കെയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് നിങ്ങൾ. അത്രയും ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതുപോലെ തന്നെ വാഹനയോഗം ഉണ്ട്, വാഹനം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാസമാണ്. പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ വിട്ടുപോകും. കാരണം പുതിയ കാര്യങ്ങൾ, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യങ്ങൾ, അതൊക്കെ കാണുമ്പോൾ അതിന്റെ പുറകെ പോകുന്നത് കൊണ്ട് ദൈനംദിന കാര്യങ്ങൾ, ചില റൂട്ടീനായിട്ട് നിങ്ങൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ സ്ഥിരം ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത്, ബില്ലടയ്ക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 6 ഓഫ് വൺസ് എനർജിയാണ്. വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലൊരു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറ്റൊരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇവിടെ ചില ആളുകൾക്ക്
മറ്റൊരാൾ നിങ്ങളുടെ ജീവിത പങ്കാളി ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം, പേരും പ്രശംസയും ലഭിക്കുന്നുണ്ടാവും. ആ ഒരു ലെവലിലേക്ക് പോകുന്നതിന്റെ കുറച്ചൊരു അസൂയയും കുശുമ്പും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം എല്ലാവരും മനുഷ്യരാണ്. ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവര് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്നു, ഞാൻ അത്രയും ഉയരത്തിൽ എത്തിയില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പൊ അത് മാറ്റി വയ്ക്കുക. അവരുടെ ജീവിത ഉയരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാണ് ആ ഒരു സന്തോഷം കാണേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഉയരത്തിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ ഭജിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ആരാധിക്കേണ്ടത് ഏത് ദേവതയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബൃഹസ്പതിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഗുരു ബൃഹസ്പതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഈ ഒരു മാസത്തിന്റെ മെയ് മാസത്തില് പറയുകയാണെങ്കിൽ ജൂപ്പിറ്റർ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വ്യക്തമായിട്ടുള്ള രീതി ചിട്ടയോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് വളരെയധികം നിങ്ങൾക്ക് പ്രാധാന്യം, ഗുരുവിന്റെ സ്ഥാനം നോക്കുക. അതേപോലെ തന്നെ ഗുരുവിൻ്റെതായിട്ടുള്ള മന്ത്രങ്ങൾ, നവഗ്രഹ സ്തോത്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം മാത്രം എടുത്തു വായിക്കുന്നതും നല്ലതായിരിക്കും. നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യനും വ്യാഴവും, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനുകൂലിയ സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകവശാൽ എങ്ങനെയാണെന്ന് നോക്കുക. അതല്ലാത്ത പക്ഷവും ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. 18 ജൂൺ മെയ് എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളോ നിങ്ങളിത് കേൾക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഇന്നേ ദിവസമാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല. പ്ലാനറ്ററി വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു മെയ് തുടങ്ങി അടുത്ത മെയ് വരെ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഈ ഒരു നക്ഷത്രത്തിൽ കൂടുതലായിട്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.